ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. ഒരു നിർവികാര സെന്റിമെന്റൽ ഓണം ബോംബ് തെലുങ്ക് പടം. അതാണ് സൂര്യ നായകനായ വിശ്വനാഥ് ആൻഡ് സൺസ്. സിനിമ പാതി വെച്ച് എങ്ങോട്ടോ പോകുന്നു എന്നുള്ളത് ഡയറക്ടർക്ക് മറന്നുപോയി എന്നുള്ള രീതിയിലാണ് സിനിമയുടെ അന്ത്യമൊക്കെ വരുന്നത്. ഈ സിനിമയിൽ മമിതയാണ് ഫീമെയിൽ ലീഡിലെത്തുന്നത്. വാത്തി, ധനുഷിന്റെ വാത്തി, ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ ഒക്കെ ഡയറക്ട് ചെയ്ത വെങ്കി അറ്റ്ലൂരിയാണ് ഈ സിനിമയും ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ജി പ്രകാശ് ആണ് മ്യൂസിക്. ഈ സിനിമ ഒരു തെലുങ്കിലെ ചന്ദനമഴ എങ്ങനെ എടുക്കാവോ അതുപോലെ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിലേക്ക് കാണുമ്പോൾ എങ്ങനെയെങ്കിലും പടം മെച്ചപ്പെടുമെന്നുള്ള രീതിക്ക് പോകാനിരിക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ തനി ഗുണം കാണിച്ചു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത്, അതിലും ഡോസ് കൂടിയ പ്രതീക്ഷയാണ് അവർ തന്നിരിക്കുന്നത്. ഏത് ഡോസ്? അപരാധ ഡോസ്. സെന്റിമെന്റലും മെഴുകി പഴയ റിലേഷൻഷിപ്പ് ഒക്കെ ഒരുക്കി പിന്നെ കുറച്ച് പവർഫുൾ ഫാമിലി ഇമോഷൻസ് ഒക്കെ വെച്ചുള്ള സംസാരങ്ങൾ. നമ്മൾ വിട്ടുപോയിട്ട് പിണക്കത്തിൽ വരാൻ പാടില്ല, പിണക്കത്തിൽ പോയിട്ട് വിട്ടുപോകാൻ പാടില്ല, പിണങ്ങിയിരുന്നവർ സംസാരിച്ചില്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്നവർ പിണങ്ങിയിരിക്കണം. അങ്ങനെ എന്തൊക്കെയോ വിട്ടും വിടാതെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറെ പണക്കാരുടെ കുറെ ഡയലോഗുകൾ ഇതിൽ വരുന്നുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തരാം. ആൻഡ് സൂര്യയുടെ പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആയിട്ടാണ് സൂര്യ വരുന്നത്. 42 ഇയേഴ്സിലുള്ള അത് സൂര്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആണ് സൂര്യ. തുപ്പാക്കി വെടിവെക്കുന്ന ആളാണ്. ഷൂട്ടിംഗ് ആൻഡ് സൂര്യ ഒരു ഭയങ്കര ബിസിനസ് മാൻ ആണ്, ഇൻഡസ്ട്രിയലിസ്റ്റ്. ബട്ട് ബിസിനസ്സുമായിട്ടുള്ള ഒരു ബന്ധമായിട്ടുള്ള ഒരു സീനും ഇതിലില്ല, അങ്ങനെ ഒരു സംസാരവും ഇല്ല. ഒരു വലിയൊരു ബിസിനസിന്റെ ഇടയിൽ പോയി ഇരിക്കുന്നുണ്ട് സൂര്യ. അതായത് ബിസിനസ് ടൈക്കൂൺ ആണ് സൂര്യ, സഞ്ജയ് വിശ്വനാഥ്. ബട്ട് ബിസിനസ്സുമായിട്ടുള്ള ഒരു സാധനവും ഈ പടത്തിൽ ഇല്ല കേട്ടാ. ബിസിനസ് ടൈക്കൂൺ ആണ്, ബട്ട് ബിസിനസ് റിലേറ്റഡ് അതുമായിട്ടുള്ള ഒരു സീനോ കാര്യങ്ങളോ ഈവൻ സംസാരങ്ങളോ ഇല്ല. ബട്ട് വലിയ ഓഫീസൊക്കെ ഉണ്ട്. മമിത ബൈജു ഇതിലേക്ക് വരുമ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിക്ക് പാളിപ്പോയ ഒരുപാട് കളിയാക്കൽ കിട്ടേണ്ട ഒരു വേഷം കൂടെയാണ് മമിത ബൈജു. പക്ഷെ മമിത ബൈജു അങ്ങനെ ഓവറാക്കിയൊന്നും ഇല്ലാതെ ചളാക്കിയൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും ചില സീൻസ് ഒക്കെ ഓവറായിട്ട് തോന്നി, ചുമ്മാ പെണ്ണെ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് ഒരുപാടൊന്നും അങ്ങനെ ഓവറൊന്നും ആക്കിയില്ല. ചില സീൻസ് ഒക്കെ ഓക്കെയാണ്, പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീനേജ് ക്യാരക്ടറായിട്ട് നന്നായിട്ട്. ആൻഡ് രാധിക ശരത് കുമാർ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ നല്ല രീതിക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇവരിട്ട് വലിച്ച് ഇഴച്ചാണ് കൊണ്ടുപോകുന്നത്. ചില ഇമോഷൻസ് ഒക്കെ വർക്കൗട്ടായി. അതായത് ഈ അച്ഛൻ ക്യാരക്ടറുമായിട്ടുള്ള ഒരു സൂര്യ ഒരു ഇന്റർവെല്ലിന് തുടക്കമായിട്ടുള്ള ഒരു സംസാരിക്കുന്നത് അതിൽ നൈസായിട്ട് അഗരം ഫൗണ്ടേഷനെ കാണിക്കുന്നുണ്ട്. അതായത് സൂര്യ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, പൈസ ഒക്കെ കൊടുത്ത്. അപ്പൊ സൂര്യക്ക് ഈ പിള്ളേരെയൊക്കെ അറിഞ്ഞൂടല്ലോ. അപ്പൊ അതൊക്കെ ഈ പടത്തിൽ പറയുന്നുണ്ട്. അത് പല പേർക്കും അറിയാമോ എന്ന് ഉള്ളത് അറിഞ്ഞൂടാ. അഗരം ഫൗണ്ടേഷനെ പറ്റി അറിയാവുന്നവർക്ക് ആ സീൻ വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നും. ആ സീന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അഗരം ഫൗണ്ടേഷൻ സീന് കുത്തിക്കയറ്റിയതാണെന്ന്. അതൊരു 7-8 മിനിറ്റോളം വരുന്ന ഒരു ഇമോഷണൽ സീനായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇതാണ് അതാണ് ഇങ്ങനെയാണ് അച്ഛന്റെ വേദന അച്ഛന്റെ വില അങ്ങനെയൊക്കെ പറയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ബട്ട് അത് നല്ലൊരു സീൻ തന്നെയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമയിൽ ഒരു പോക്കങ്ങ് പോവണം. ഫുൾ കരച്ചില്, ഫുൾ ഈ സംസാരം. പിന്നെ ഇത് തന്നെ എല്ലാവരെയും ചേർക്കണം ഒരുമിച്ചൊരു അവിടെ ഫ്രഷ് സാധനം. ഒരു മകൾക്ക് കല്യാണം നടക്കും. ആ കല്യാണത്തിന് വന്ന് എല്ലാവരും ഒത്തുചേർന്ന് കുടുംബം ഒന്നാവുന്നു. കുടുംബം ഒന്നായി സന്തുഷ്ടമായി തീരുന്നു. അവസാനം ഒരു ഹാപ്പി എൻഡിങ്. ഇതിൽ തുടക്കത്തിൽ വരുമ്പോൾ തന്നെ ഒരു സർറഗേഷൻ നിങ്ങൾക്ക് അറിയാലോ. അതായത് നമ്മൾ സ്പാം കൊടുത്ത് മക്കളെ ഉണ്ടാക്കുന്ന പരിപാടി. അതിൽ പ്രഗ്നന്റ് ആയി നമ്മൾ സ്വന്തം ചൈൽഡ് ആയില്ല, സ്വന്തം ചൈൽഡാണ്. ബട്ട് എന്താ പറയുക, ഇന്റർകോഴ്സ് അങ്ങനെ പരിപാടിയൊന്നും ചെയ്യാതെ വരുന്ന ഒരു പരിപാടിയാണ് സർറഗേഷൻ ബേബി. അപ്പൊ ആ സിറ്റുവേഷൻ വരുന്ന ഒരു കഥയായിട്ടാണ്. അപ്പോൾ സൂര്യക്ക് അമ്മ പറയുന്നു കല്യാണം. അപ്പൊ സൂര്യ കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിക്കാതെ സൂര്യക്ക് അമ്മയ്ക്ക് ഒരു വാരിസ് വേണമെന്ന്. അപ്പൊ സൂര്യ ഒരു വാരിസിനെ കൊണ്ടുവരികയാണ്. എവിടെ നിന്ന്? സർറഗേഷൻ ബേബി ആയിട്ട് വരുന്നത്. ആ സർറഗേഷൻ ബേബിയുടെ അമ്മയാണ് മമിത. അപ്പോൾ ഈ കൊച്ചിനൊരു വയ്യ വരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മമിതയെ തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ കുറച്ച് സീനുകളായിട്ട് പോവോടെ പടം. ഇതിന്റെ ഇടയിൽ ഈ പടത്തിൽ പിന്നെ പ്രത്യേകിച്ച് മ്യൂസിക്കോ പാട്ടോ ഒരു കാര്യങ്ങളോ ഇല്ല. എന്റർടൈനിങ് എലമെന്റും പരിപാടികളും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങ് എടുത്ത് പറയാനും പിടിക്കാനൊന്നുമില്ല. പിന്നെ ഈ ഇതില് കുറെ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട് ഈ പടത്തിൽ. അതായത് പണക്കാരായതുകൊണ്ടോണെന്ന് അറിയില്ല. ജസ്റ്റിഫിക്കേഷൻ എന്താന്ന് വെച്ചാല് സൂര്യ ഇതില് മാസം അവസാനം ഡേറ്റിംഗ് ആപ്പ് വഴി ഡേറ്റിംഗ് പോകുന്നുണ്ട്. ഡേറ്റിംഗ് പോയി കളിയും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ആംസ്റ്റർഡാം പൈസ പിന്നെ പണക്കാർക്ക് എന്തോ ആവാല അങ്ങനത്തെ ഒരു പരിപാടിയാണ് കേട്ടാ. ബട്ട് ഇത് അമ്മ അറിയുന്നു.
പക്ഷെ അമ്മയ്ക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, മോൻ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ, അതുകൊണ്ട് മോൻ ഇത് ചെയ്യട്ടെ, മോൻ എല്ലാവരോടും പോട്ടെ. അത് ചിലപ്പോ പണക്കാർ അമ്മകളൊക്കെ അങ്ങനെ ആയിരിക്കും പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണം ഉള്ളത് കൊണ്ടാണെന്ന് അറിഞ്ഞ അതൊരു സീനേ അല്ല അവിടെ, അതൊരു ഇഷ്യൂ ആവുന്നില്ല. അതൊരു ഒരു ഹ്യൂമറസ് ആയിട്ട് തമാശയായിട്ട് എടുത്തു പോവുകയാണ് അവിടെ. അല്ലാതെ ഇതിൽ രവീണ ടണ്ടൻ ടണ്ടൻ എന്നാണ് പേരെന്ന് തോന്നുന്നത്, KGF-ലെ ആ ഒരു PM റോളൊക്കെ ചെയ്യുന്ന ആ ഒരു ആക്ട്രസ്, ആ പുള്ളിക്കാരി ഈ പടത്തിലുണ്ട്. ആ പുള്ളിക്കാരി ഈ പടത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് പെണ്ണിന് ഒരാണിനെ വേണോന്ന് വിചാരിച്ച അവൻ സിംഗിൾ ആയിരുന്നാലും പണക്കാരനായിരുന്നാലും പാവപ്പെട്ടവനായിരുന്നാലും കല്യാണം കഴിച്ചവനായിരുന്നാലും അവനെ വിടില്ല. അവനെ വേണമെന്ന് വിചാരിച്ച അവൾ ഒറ്റ തന്റെ ഇടത്തോടെ നിൽക്കുമെന്ന്, പെണ്ണ് വിചാരിച്ചാൽ വിടില്ലെന്ന്. അല്ല, മനസ്സിലായില്ല. കല്യാണം കഴിച്ച ആളെ ഒരു പെണ്ണ് ആഗ്രഹിച്ച അതിലായിട്ട് എന്താണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? അതങ്ങനെ വന്ന ഒരു കുടുംബം ഇവിടെ തകരയില്ലേ? അത് എങ്ങനത്തെ ഗ്ലോറിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാകുന്നത്. ചിലപ്പം പണമുള്ള വീട്ടിൽ കുഴപ്പമില്ലായിരിക്കും എന്ന് തോന്നുന്നത്, കല്യാണം കഴിച്ചാലും ഇങ്ങനെ ഒരു വേറെ ഒരു പെണ്ണ് കല്യാണം കഴിച്ച പുരുഷനെ നോക്കിയാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, പണം ഉണ്ടല്ലോ എന്നുള്ളൊരു സെറ്റപ്പ് ആണോ എന്ന് അറിയില്ല. സത്യത്തിൽ ഇതിൽ കുറെ ഗ്ലോറിഫിക്കേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. ഇനി തെലുങ്ക് സൈഡൊക്കെ ഇങ്ങനെ ആണോ എന്ന് അറിയില്ല, അതുകൊണ്ടായിരിക്കും ആ ഡയറക്ടർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നും അറിഞ്ഞുകൂടാ. ആൻഡ് ഇതില് ഒരു സൂര്യയുടെ രണ്ടാനമ്മയിൽ ഒരു മകളുണ്ട്. സമന്തയുടെ കറക്റ്റ് ഡബ് ചെയ്ത് ആരുമാണ് അവൾക്ക് ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വെറുപ്പിച്ച് പണ്ടാരടക്കി വെച്ചിട്ടുണ്ട്. ആ വോയിസ് അതിൽ കേട്ടപ്പോ എനിക്ക് ഭയങ്കര കല്ലേടിയായിട്ടാണ് തോന്നിയത്. അവളുടെ ആ വോയിസ്, നീങ്ക പൈസ നീങ്ക. ഇതിന്റെ ഇടയിൽ നാസർ വരുന്നുണ്ട് കേട്ടാ. നാസർ ഒരു അമ്മാവൻ ക്യാരക്ടർ വരുന്നുണ്ട്. കിടിലൻ കോമഡി ആയിട്ടാണ് പറഞ്ഞ് നാസർ ഇറക്കുന്നത്. നാസറിന് ഒരു അമ്മാവൻ ക്യാരക്ടർ, നാസർ അങ്കിളാണ്. ഈ രണ്ടാനമ്മയുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ അങ്കിളാണ്. അപ്പൊ അങ്കിള് ചില കോമഡിക്കൊക്കെ ടീഷർട്ടൊക്കെ ഇട്ട് ട്രൗസറൊക്കെ ഇട്ട് വരുന്ന സീനൊക്കെ ഉണ്ട്. എന്താ അപരാധം സീൻ നടക്കുന്നത്, കോമഡിയാണെന്ന് വിചാരിച്ചാണ് വെങ്കേറ്റിലൂർ എടുത്തു വെച്ചിരിക്കുന്നത്. ഇല്ല, കോമഡിയാണ്. പിന്നെ ഇതിൽ പല ഡയലോഗ്സുകളും പല ഗ്ലോറിഫിക്കേഷനും ജസ്റ്റിഫിക്കേഷനും പറയുന്നുണ്ട്. മൊത്തത്തിൽ എനിക്ക് പേഴ്സണലി ആ ഫസ്റ്റ് ഹാഫ് ആ തുടക്കം വെച്ച് കുറച്ച് കൊള്ളാന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക ഒരു മാപ്പിൽ എനിക്ക് തോന്നി. ബട്ട് പിന്നെ പടം അങ്ങ് വലിച്ചു നീട്ടി ആ ഒരു സെന്റിമെന്റൽ ഇതൊരു ഫാമിലി പടം തന്നെയാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. ഫാമിലി പടമായിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വന്നാൽ മാത്രമേ നമ്മൾ നല്ലത് പറയൂ, അല്ലേ? ഇതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വർക്കായെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നിങ്ങൾ അത് സത്യമായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്തേക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ പടം കണ്ടപ്പം പേഴ്സണലി എനിക്ക് വർക്കായില്ല പടം. അതിപ്പോ ഏത് ജോണറിൽ നിങ്ങൾ പറഞ്ഞാലും, ഫാമിലി എന്റർടൈൻ എന്ന് പറഞ്ഞാലും, ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാലും, എങ്ങനെ വെച്ച് നോക്കിയാലും എനിക്ക് വർക്കായില്ല പടം. ഒരു ഗുണ്ട് പടമായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. ആ പടം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും കറക്റ്റ് തെലുങ്ക് പടം തന്നെയാണ്. ആ തെലുങ്ക് ആ പണക്കാർ എന്തൊക്കെ ചെയ്യുന്നു അതുപോലത്തെ ഒരു പരിപാടി. പിന്നെ ആ ഊട്ടിയിൽ പോയിട്ട് അവിടത്തെ കുറച്ച് പാസങ്ങൾ, ഈ പാസ പരിപാടി കുറെ കണ്ടിട്ടുള്ളതാണ്. പാസ പരിപാടികൾ, അതില് കുറച്ച് കണ്ണീരും കരച്ചകള്, ഫാമിലി. പലരും പറയുന്നത് ഇതൊരു ഫാമിലി എന്റർടൈനറിലേക്ക് വരുമെന്ന്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്കും പോസിറ്റീവ് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് സിനിമ കണ്ടപ്പം ആ പോസിറ്റീവ് എനിക്ക് മാറി. പടം അങ്ങ് വർക്കായില്ല, ഒരു ഗുണ്ട് പടം തന്നെയാണ്. തെലുങ്ക് ഡയറക്ടർ തെലുങ്ക് വഴി കാണിച്ചു. ലക്കി ഭാസ്കർ മാത്തിയൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു.